ഉണ്ടാകുന്നുണ്ട് ഈ വാതിക്കല്, അതിനെപ്പറ്റി ഒന്ന്. ഇന്നും അപകടം ഒരു ദിവസം മൂന്ന് പ്രാവശ്യം ഞായറാഴ്ച അപകടം വന്നത്. പിന്നെ ഇന്നിവിടെ വന്ന് ഇങ്ങനെ കയറി ഞങ്ങളുടെ മതിലെ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈ മതിലല്ല വന്ന് കയറുന്നത് അല്ല അല്ലേ? അപ്പം പരാതി എല്ലാം പറഞ്ഞിട്ടുള്ളതാണ് പഞ്ചായത്ത്? പിന്നെ പഞ്ചായത്തിൽ പറഞ്ഞു, പിന്നെ ഇത് കൊടുത്തില്ല. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലിങ്കപ്പടിയിലാണ്. ചാലിങ്കപ്പടിയിലെ ഈ വളവ് ഒരുപാട് അപകടങ്ങൾ, ഈ കഴിഞ്ഞ ഞായറാഴ്ച ദിവസം 4 അപകടം ഇവിടെ ഉണ്ടായെന്ന് പറയുമ്പോൾ നോർത്ത് നിൽക്കുക. അതിനു മുമ്പ് എന്തുമാത്രം അപകടങ്ങൾ, ഞാൻ തന്നെ എന്തുമാത്രം ഇവിടെ വന്ന് വീഡിയോ എടുത്ത്. ഇതുവരെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഈ വളവിനെ പറ്റി ഇവിടുത്തെ അപകടം കുറയ്ക്കാനുള്ള നടപടി ഇവിടെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണുക. ഇതാണ് ചാലിങ്കപ്പടിക്ക് സമീപമുള്ള അപകട വളവ്. ഒരുപാട് അപകടങ്ങളാണ് ഓരോ ദിവസവും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഇവിടെ അപകടങ്ങളുടെ പരമ്പര തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെ എല്ലാ വണ്ടി ഇതിൻ്റെ അത് പോയതാണ്. കണ്ടോ, നിങ്ങൾക്ക് കാണാം. അതുപോലെ ഇവിടുത്തെ ഒരു അപകടം ഉണ്ടായ ആടെ ചെരുപ്പൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. അതുപോലെ ഇവിടുത്തെ കുറ്റിയെല്ലാം ഇടിച്ച് ഇതുണ്ടോ, നിങ്ങൾക്കറിയാം, കാണുമ്പോൾ കാണാം. ഈ കടയുടെ മുന്നിൽ കുറച്ച് നാൾ മുമ്പ് ഒരു ബൈക്ക് ആക്സിഡൻ്റ് ഉണ്ടായ ഒരാൾ മരിച്ചു കിടന്നതാണ്. അന്നേരം എല്ലാം പല പ്രാവശ്യം അധികാരികളോട് പറഞ്ഞിട്ട് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. പലതവണ പഞ്ചായത്ത് മെമ്പർമാരും എല്ലാം PWD അധികാരികളെ വിളിച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. പക്ഷേ ഇതുണ്ടോ, നിങ്ങൾക്ക് കാണാം, ഒരു ചെരുപ്പ് കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു അപകടം ഉണ്ടായതിൻ്റെ ആണ്. പിന്നെ ഇതൊരു വണ്ടിയുടെ പാർട്സാണ്. ഏതോ ഒരു വണ്ടിയുടെ ഹെഡ്ലൈറ്റ്, അവിടുത്തെ ലൈറ്റിൻ്റെ റിങ്ങാണ്. അതുപോലെ അതിൻ്റെ ഇവിടെ എല്ലാം വണ്ടിയുടെ പാർട്സുകളാണ് കിടക്കുന്നത്. ഈ വളവിൻ്റെ അവിടെ ഒരുപാട് വണ്ടിയുടെ പാർട്സ് ഇന്ന് രാവിലെ ഞാൻ കണ്ട്. ഇതെല്ലാം ഓരോ പാർട്സുകളാണ് വണ്ടിയുടെ അപകടം ഉണ്ടാകുന്നതിൻ്റെയാണ്. ഇവിടെ ഒരു ചെരുപ്പ് കിടക്കുന്നു. ഇവിടെ ഒരു അപകടം ഉണ്ടായതിൻ്റെയാണ്. തൊട്ട് സമീപത്ത് ഇതൊരു ആക്റ്റീവ സ്കൂട്ടറാണ്. ഇത് 4-5 ദിവസമായി. അദ്ദേഹത്തിന് നല്ല പരിക്കാൻ തോന്നി. ഇതുവരെ വണ്ടി എടുക്കാൻ പോലും വന്നിട്ടില്ല. ഒന്നാമത് റോഡ് നല്ല BMBC നിലവാരത്തിലാണ്. അതുപോലെ വാഹനങ്ങൾ അമിത സ്പീഡിലാണ് ഈ വളവ് വഴി വരുന്നത്. അവിടെ വരുമ്പോഴത്തേന് ചിലപ്പം വണ്ടി തിരിക്കാനും ഒക്കെ പാട് വരുമ്പോഴാണ് ഈ കഴിയുന്ന നിയന്ത്രണം വിട്ട് പോയി ആ കുറ്റിക്കെട്ടും മതിലിനിട്ടും എല്ലാം പോയി ഇടിക്കുന്നത്. അവിടെ സ്പീഡ് കുറയ്ക്കാനുള്ള സംവിധാനം എന്തെങ്കിലും ചെയ്യണമെന്ന്. ഇവിടെ അപകടം ഉണ്ടാകുമ്പോഴത്തേനും ജനങ്ങൾ കൂടുന്ന സമയത്തൊക്കെ പല ആവശ്യങ്ങളും ഉതിരുന്നുണ്ടെങ്കിലും ഇതുവരെ അധികാരികളുടെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇവിടെയെല്ലാം നിങ്ങൾക്ക് കാണാം വണ്ടിയുടെ ഓരോ പാർട്സുകളാണ് കിടക്കുന്നത്. ഈ സൈഡിലെല്ലാം ഉണ്ട് ഒരുപാട് വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായതിൻ്റെ. അതും ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇവിടെയുള്ള സമീപത്തുള്ള കടക്കാർ ഓടി വരുന്നു, വീട്ടുകാർ ഓടി വരുന്നു. അവർക്കിതിന് മാത്രമേ നേരമുള്ളൂ. ഉണ്ടോ, വണ്ടിയുടെ ഇത് വേറെ ഒരു അപകടം ഉണ്ടായതിൻ്റെ ഗ്ലാസ്, അടുത്ത വണ്ടിയുടെ ഒരു പാർട്സ് വേറെ കിടക്കുന്നു. ഈ അപകടം ഉണ്ടാകുന്നവർക്കെല്ലാം നല്ല പരിക്കും കൂടെയാണ്. അധികാരികൾ ഇതുവരെ തന്നെ കണ്ണു തുറക്കാത്തൊന്നും ഒരു പിടുത്തവുമില്ല. കാരണം ഇവരൊക്കെ ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. കാരണം നമ്മുടെ നാട്ടിൽ ഒരു മരണം നടന്നു കഴിയുമ്പോൾ, ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും മരണം നടന്നു കഴിയുമ്പോൾ മാത്രം ഇവർ പെട്ടെന്നൊരു പരിശോധന നടപടിയൊക്കെ ആയിട്ട് ഭയങ്കര, പിന്നെ ഒരാഴ്ചത്തേന് ഭയങ്കര പരിശോധനകളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അനക്കയില്ല. ഈ വളവിനോട് ചേർന്നൊരു വീട്ടുകാരുണ്ടായിരുന്നു, വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നായിരുന്നു. അവർ ഒരു പ്രാവശ്യം ഞാൻ അവിടെ ചെന്നപ്പോഴത്തേന് അവരെന്നോട് പറഞ്ഞ് ഞങ്ങളിവിടെ മാറിപ്പോവാന്ന് പറഞ്ഞു. കാരണം ഉറക്കം പോലും നടക്കുന്നില്ലെന്ന് പറഞ്ഞു. രാത്രി അപകടം ഇന്ന് ഈ ഒച്ച കേട്ടോണ്ട് എഴുന്നേക്ക് നിലവിളിയും ബഹളവും കേട്ടോണ്ടാണ് അവർ ആ വീട് തന്നെ ഉപേക്ഷിച്ച് അവർ മാറുകയായിരുന്നു, ഈ വളവിന് താമസിക്കുന്നത്. അപ്പം തൊട്ട് വാതിക്ക് താമസിക്കുന്ന ഒരു ടീച്ചറുണ്ട്. അതുപോലെ അവിടെ ഒരു കടയുണ്ട്. കടയുടെ മുന്നിലാണ് ഒരാൾ മരിച്ചു കിടന്നത്. അതുപോലെ അപകടങ്ങളുണ്ടായി. ഈ ഞായറാഴ്ച ദിവസമൊക്കെ 3-4 അപകടം ഒരു ദിവസം ഉണ്ടാകുക എന്ന് പറയുമ്പോൾ നോർത്ത് നോക്കിയേ, അത്രയ്ക്കും രൂക്ഷമാണ് ഈ വളവിൻ്റെ അവസ്ഥ. സുഹൃത്തുക്കളെ, ഞാൻ ഈ പറയുന്നത് ഇത് എൻ്റെ പേർക്കൊന്നും അല്ല, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പേർക്കാണ് പറയുന്നത്. അപ്പോൾ അത് കാരണം നിങ്ങൾ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്ത് അധികാരികളുടെ അരികിൽ എത്തണം. കാരണം അവർ ഉറക്കത്തിലാണ്, അവരെ നമ്മൾ ഉണർത്തുക എന്നുള്ളതാണ്.
ഈ റോഡിൻ്റെ ഈ തൊട്ടടുത്തൊരു ജംഗ്ഷനാണ് ചാലിങ്കപ്പടി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കുറച്ച് ഹമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും അവിടെയല്ല ഹമ്പിൻ്റെ ആവശ്യം വരുന്നത് ഇവിടെയാണ് ശരിക്കും. അപ്പോൾ ഇവിടെ അപകടം ഉണ്ടാകുന്ന മൂലം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരാളാണ്. കാരണം ഈ സമീപവാസിയാണ്, ഇവിടെ കട നടത്തുന്നതാണ്. അപ്പോൾ ഏത് അപകടം വന്നാലും അദ്ദേഹമാണ് ഇവിടെ ഓടിച്ചെല്ലേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇവിടെ ഈ കഴിഞ്ഞ ഞായറാഴ്ചയിൽ ഒരുപാട് അപകടം ഉണ്ടായില്ലേ? ഞായറാഴ്ച 3 അപകടം ഉണ്ടായി. പ്രാവശ്യമായിട്ട് 10-15 പേര് മരിച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ അത് ഒരുപാട് ഞാൻ കണ്ടു ഇവിടെ മരിച്ചു. നമ്മുടെ കടയുടെ മുന്നേ ഇല്ല കടയുടെ മുമ്പിൽ മരിക്കുന്നത്. ഇതുവരെ ഇതിനെതിരെ അധികാരികൾ ഒരു നടപടി ഉണ്ടായിട്ടില്ല അല്ലേ? പലരോട് ആവശ്യം പഞ്ചായത്തിൻ്റെ എല്ലാം MLA-ക്ക് കൊടുത്തതാണ്. ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഈ ഇവിടെ ഒരു ഹമ്പ് ഉണ്ടാക്കിയാൽ മതിയായിരിക്കും തൽക്കാലം അല്ലേ? മറ്റേ സ്പീഡ് കുറച്ച് പോകാൻ വേണ്ടി അല്ലേ? അങ്ങനെ ബോർഡും തയ്യാറാക്കിയാണ്. അപ്പൊ ഈ രാത്രി അപകടം ഉണ്ടായാലും ആദ്യം ഓടി വരുന്നത് നമ്മളല്ലേ? ആയിക്കോട്ടെ, ഞാനതൊന്ന് റിപ്പോർട്ട് ചെയ്തോളാം കേട്ടോ. അപ്പം ഇവിടെ ഒരുപാട് അപകടങ്ങൾ നടക്കുന്ന ഈ വീടിൻ്റെ മുന്നിലാണ്. നമുക്ക് ഇവിടുത്തെ അഭിപ്രായം കൂടെ ചോദിക്കാം. ഞാനേ കഴിഞ്ഞ ദിവസമെല്ലാം ഇവിടെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ വാതിക്കൽ. അതിനെപ്പറ്റി ഒന്ന് ഇന്നും അപകടം. ഒരു ദിവസം മൂന്ന് പ്രാവശ്യം ഞായറാഴ്ച അപകടം വന്നത്. പിന്നെ ഇന്നിവിടെ വന്ന് ഇങ്ങനെ കയറി ഞങ്ങളുടെ മതിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈ മതിലല്ല വന്ന് കയറുന്നത് അല്ലേ? അപ്പം പരാതിയെല്ലാം പറഞ്ഞിട്ടുള്ളതാണ് പഞ്ചായത്ത്? പിന്നെ പഞ്ചായത്തിൽ പറഞ്ഞു, പിന്നെ ഇതിനെ കുറിച്ചില്ല, മെമ്പറോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉണ്ടല്ലേ? ഇതുവരെ ഒന്നും നടപടി ഉണ്ടായിട്ടില്ല അല്ലേ? ചാണ്ടിയമ്മനോട് പറഞ്ഞു, അവർ പറഞ്ഞു അതിനെ PWD-ക്കാര് അവരാണ് ചെയ്യേണ്ടത്. പക്ഷേ എന്തെങ്കിലും സ്പീഡ് കുറയ്ക്കാനോ എന്തെങ്കിലും ചെയ്യണ്ട. കാരണം ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഒരു ലൈറ്റില്ല, സന്ധ്യയ്ക്ക് നമ്മൾ ലൈറ്റ് മറ്റേ അന്നേരം ഞാൻ പറഞ്ഞല്ലോ അവർ പറഞ്ഞു ഈ ട്രാൻസ്ഫോമർ പറഞ്ഞിട്ട് അത് പെട്ടെന്ന് പോയി. അതേ സമയത്ത് ഞാൻ പറഞ്ഞ വലിയൊരു പോസ്റ്റ് ഇട്ടിട്ട് ട്യൂബ വില എടുക്കാം, ഇങ്ങനെ വെച്ചിട്ടാണ് വെട്ടം കിട്ടുക. വെട്ടം കുറവാ രാത്രി അല്ലേ? അല്ലെങ്കിൽ പിന്നെ ഈ ഇങ്ങനെ വലിയ ലൈറ്റില്ല, കണ്ണാടിയില്ലേ, വല്ല വെക്കുവോ, അല്ലെങ്കിൽ അവിടെ ലൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ. പിന്നെ ഈ വളമാണ്. അപ്പൊ ഞാനത് ശ്രദ്ധപ്പെടുത്താം. നോക്കട്ടെ, ഞാനൊന്ന് ശ്രദ്ധപ്പെടുത്തി നോക്കട്ടെ കേട്ടോ. ഞങ്ങൾക്ക് അത്യാവശ്യം ഞങ്ങളുടെ 2-3 മാസം മതിൽ പോയതാ. ഈ വന്നു അളവിൽ ഇങ്ങനെ തെന്നി പോയി. അതെ, ആയിക്കോട്ടെ, ശരിയെന്നാ. അതുപോലെ ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട പുതുപ്പള്ളി MLA ചാണ്ടിയമ്മനും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അധികാരികളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് ഉടനടി പരിഹാരം കാണണം. കാരണം ഇവിടുത്തെ അപകടത്തിന്റെ നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലാത്തതുകൊണ്ടാണ്. അതുപോലെ ഇവിടെ അപകടങ്ങൾ ഓരോ ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തൊരു വളവ് കാണിക്കുക. ഇതാണ് മൂലേവളവ് എന്ന് പറയുന്ന സ്ഥലം. ഇവിടെയാണെങ്കിലും മിക്ക ദിവസങ്ങളിലെ അപകടങ്ങളാണ്. ഇത് അതുപോലെ തന്നെ ഒരു കൊടും വളവാണ്. ഈ റോഡ് നല്ലതായതുകൊണ്ട് വാഹനങ്ങളെല്ലാം തണ്ടി കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കാറ് വന്ന് ഇടിച്ചു കയറിയതാണ്. ഉണ്ടോ? ഈ മതിലിൻ്റെ ഇടിച്ചു കയറിയതാണ്. ഇവിടെ എത്രയോ വണ്ടി ഇടിച്ചു മറിയുന്നറിയോ? രാത്രിയിലാണ് ഇവിടെ കൂടുതൽ അപകടം. ഈ അടുത്ത കാലത്ത് നെടുമ്പാശ്ശേരി പോയിട്ട് വന്ന ഒരു കാറ് തൊട്ടടുത്ത സമീപത്ത് ഒരുപാട് പേർക്ക് പരിക്കുണ്ട്. അതുപോലെ തന്നെ മിക്ക ദിവസങ്ങളിലും ഇവിടെ ഒരു 2 വീലർ അവിടെ ഒരു ആക്സിഡന്റ് ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതുവരെ അത് കൊണ്ടുപോയിട്ടില്ല. അങ്ങനെ നിരവധി അപകടങ്ങളാണ് ഈ വളവിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതും അധികാരികളൊന്ന് ശ്രദ്ധിക്കുക. ഈ വളവിനൊക്കെ സ്പീഡ് കുറയ്ക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ഉടനടി ചെയ്യണം. കാരണം വണ്ടി വിട്ടുവരുന്ന അന്യ സ്പീഡിലാണ് വാഹനങ്ങൾ വിട്ടുവരുന്നത്. അതുപോലെ തന്നെ വെട്ടത്ത് കവലൽ കഴിഞ്ഞ ദിവസം മലയാള മനോരമ പത്രത്തിൽ നല്ല വാർത്ത വന്നാണ്. വെട്ടത്തുവലയിൽ അപകട പരമ്പരയാണെന്നും പറഞ്ഞ് അധികാരികൾ ഇത് അതോട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവിടെ ഉള്ള ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സാണ്, അവരാണ് കുറച്ച് മണ്ണൊക്കെ ഇതിൻ്റെ അത് വാരിയിട്ടിരിക്കുന്നത്. ജലജീവന് വേണ്ടി പൊട്ടിച്ചാണ് അവർ. എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ പേരിന് മാത്രം കൊണ്ട് കുറച്ച് സിമെന്റ് ഇട്ടിട്ട് പോകുന്നുണ്ട്. അവിടെ അപകടത്തിന്റെ മിക്ക ദിവസവും ആ കുഴിക്കകത്താണ് വാഹനങ്ങൾ വന്ന് കയറുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം ഒരാൾ വണ്ടി ആക്സിഡന്റ് ഉണ്ടായി മരണപ്പെട്ടതാണ്. അതുപോലെ ഇത് മീനിടം റോഡുമായിട്ട് ഒന്ന് കയറുന്നത്. 2 റോഡും BMBC നിലവാരത്തിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ വാഹനങ്ങൾ പെട്ടെന്ന് വരുമ്പോൾ ഒരു മറവും കൂടെയാണ്. അത് തന്നെയല്ല, ഈ വാഹനങ്ങൾ കയറി വരുന്ന വഴിയും കൂടെ നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. കണ്ടോ, ഇവിടുന്ന് വാഹനങ്ങളെല്ലാം ഈ ഇതുണ്ടോ മോശം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന അതിലെയാണ് കയറി വരുന്നത്. കണ്ടോ, ഒരു ടോറസാണ് കയറി വരുന്നത്. ഇപ്പം ടോറസ് ഓടാത്ത വഴികളില്ല. അത് കാരണം അതും വലിയൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കും. ഇത് കൂടുന്നതുകൊണ്ട് ഒരുപാട് വഴികൾ പോകുന്നുമുണ്ട്. അതിന് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഇതൊരു വീഡിയോ ചെയ്തതാണ്. അമിത ലോഡുമായിട്ടാണ് ഈ വാഹനങ്ങൾ പോകുന്നത്. ഇത് നിയന്ത്രിക്കാനൊന്നും ആരുമില്ല, അതങ്ങനെ കിടക്കുന്നു. ഉണ്ടോ, വാഹനങ്ങൾ വരുന്ന വഴിയുണ്ടോ നിങ്ങൾക്ക് കാണാം. ഇതൊരു ബസ് സ്റ്റോപ്പാണ്. പ്രധാനപ്പെട്ട ഈ ജംഗ്ഷനിൽ തന്നെ എന്തുമാത്രം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കൂൾ കുട്ടികളും എല്ലാം പോകുന്നത്.
ഇതും അധികാരികൾ തിരിഞ്ഞു നോക്കാതെ കിടക്കുന്നത്. അതുപോലെ തന്നെ മീനർ റോഡിലൊരു വളവാണ് ആഞ്ഞിലി വളം എന്ന് പറയുന്നത്. ഈ വളവിന് അവിടെ മിക്ക ദിവസവും അപകടങ്ങളാണ്. കാരണം ഈ ഇവിടെ സൈഡിൽ കുറച്ച് പൈപ്പിൻ്റെ ഇതുണ്ട്, ഇട്ടിട്ടുണ്ട്. ഈ വാഹനം ഇതുണ്ട്, റിഫ്ലക്ടറൊക്കെ വെച്ചിരിക്കുന്നത്. അതുമല്ല ഇടിച്ചു മറിഞ്ഞ വാഹനങ്ങൾ പോകുന്നത്. മിക്ക ദിവസവും ഞാൻ ഇവിടെ വരുമ്പോൾ ഓരോ വാഹനങ്ങൾ ഇവിടെ കിടക്കുന്നതാണ്. ഇതുണ്ടോ, ഇതെല്ലാം ഇടിച്ചു മറിഞ്ഞതാണ്. ഇതും അതുപോലെ തന്നെ ആ വളവിൻ്റെ ഒരു അവസ്ഥ. ഇങ്ങനെ ഈ 3 വളവും ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആരോട് പറയാൻ?